ചലിച്ചു തുടങ്ങി ചെർപ്പശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡ്. പഴയ ബസ് സ്റ്റാൻഡ് അടച്ചതോടെ ബസ്സുകളുടെ സർവീസെല്ലാം ശനിയാഴ്ച മുതൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാത്രമാക്കി. ഇതോടെ ടൗണിൽ നേരിട്ടിരുന്ന ഗതാഗത കുരുക്കിനും ആശ്വാസമായി. ഉർവശി ശാപം ഉപകാരമെന്ന പോലെ പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിട്ടാണെങ്കിലും ചെർപ്പശ്ശേരിയിലെ പുതിയ സ്റ്റാൻഡിലേക്ക് ബസ്സുകളും യാത്രക്കാരും ഒന്ന് കയറി. ഉദ്ഘാടനം ചെയ്ത് 2 വർഷം കഴിഞ്ഞെങ്കിലും പുതിയ സ്റ്റാൻഡ് ഇതുവരെ ബസ്സുകാർക്കും യാത്രക്കാർക്കും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. ബസ് സ്റ്റാൻഡിന് RTO അനുമതി കിട്ടാത്തതും ബസ്സുകാരുടെ സമയപ്രശ്നവുമെല്ലാം കാരണം നോക്കുകുത്തിയായി കിടക്കുകയായിരുന്നു ഈ ബസ് സ്റ്റാൻഡ്. ശോചനീയാവസ്ഥയെ തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് അടച്ചതോടെ ചെർപ്പശ്ശേരിയിലെ ഗതാഗത ക്രമീകരണത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയെങ്കിലും ഇത് നഗരത്തിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിനും പരാതികൾക്കും ഇടയാക്കിയതോടെയാണ് സ്കൂളുകൾ തുറക്കാനിരിക്കെ എല്ലാ ബസ്സുകളുടെയും സർവീസ് ശനിയാഴ്ച മുതൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാത്രമാക്കിയത്. പഴയ സ്റ്റാൻഡ് സ്റ്റോപ്പ് മാത്രമാക്കി ചുരുക്കുകയും ചെയ്തു. ഇതോടെ നഗരത്തിൽ നേരിട്ടിരുന്ന ഗതാഗത കുരുക്കിന് ശമനമായി. നിലവിൽ ചെർപ്പശ്ശേരിയിൽ വന്നുപോകുന്ന എല്ലാ ബസ്സുകളും പുത്തനാൽക്കലിന് സമീപത്തെ പുതിയ സ്റ്റാൻഡിലെത്തിയാണ് സർവീസ് തുടരുന്നത്. കൂടുതൽ സമയം വെയിറ്റിംഗ് വേണ്ടിവരുന്ന ബസ്സുകൾക്കായി പുത്തനാൽക്കൽ കാളപറമ്പിൽ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പഴയ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് സമയമെടുക്കും എന്നിരിക്കെ അതുവരെ ഈ ക്രമീകരണം തുടരാൻ തന്നെയാണ് നഗരസഭയുടെ തീരുമാനം. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.